പ്രവാസികൾക്ക് തിരിച്ചടിയായി ഗൾഫിൽ നിന്നുള്ള വിമാനയാത്രാ നിരക്കിൽ വൻ വർധന 5 മുതൽ 6 ഇരട്ടി നിരക്ക് വർധനവാണ് വിമാന കമ്പനികൾ വരുത്തിയിരിക്കുന്നത്. ഇതോടെ റമദാനും വേനലവധിക്കും നാട്ടിലേക്ക് വരാനിരിക്കുന്ന പ്രവാസികൾ കൂട്ടത്തോടെ യാത്ര റദ്ദാക്കുകയാണ്. ഗൾഫ് നാടുകളിലെ വേനലവധിയും റംസാൻ അവധിയും മുതലാക്കിയാണ് വിമാന കമ്പനികൾ നിരക്ക് കുത്തനെ ഉയർത്തിയിരിക്കുന്നത്. 5 മുതൽ 6 ഇരട്ടി വരെയുള്ള വർധനവാണ് ടിക്കറ്റ് നിരക്കിൽ വരുത്തിയിരിക്കുന്നത്. കുവൈറ്റിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഗൾഫ് എയർ 10,902 രൂപ ഈടാക്കുമ്പോൾ എയർ അറേബ്യ ഈടാക്കുന്നത് 81,913 രൂപയാണ്. സമാനമായ ഉയർന്ന ടിക്കറ്റ് നിരക്ക് തന്നെയാണ് മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും വിവിധ വിമാന കമ്പനികൾ കേരളത്തിലേക്കുള്ള സർവീസിന് ഈടാക്കുന്നത്. റംസാൻ പ്രമാണിച്ച് നാട്ടിലേക്ക് തിരിക്കാനിരിക്കുന്ന സാധാരണക്കാരായ പ്രവാസികൾക്കാണ് നിരക്ക് വർധനവ് തിരിച്ചടിയായിരിക്കുന്നത്. ഗൾഫ് മേഖലയിൽ നിന്നും വിമാന കമ്പനികളുടെ അന്യായമായ നിരക്ക് വർധനവ് നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര വ്യോമയാന മന്ത്രി അശോക് ഗണപതി രാജുവിന് കത്തയച്ചിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടാൻ തയ്യാറായില്ല. ഇതാണ് പ്രവാസികൾക്ക് തിരിച്ചടിയായുള്ള നിരക്ക് വർധനവിന് വഴിവെച്ചത്. വേനലവധിക്ക് കുടുംബസമേതം നാട്ടിലേക്ക് തിരിക്കാനിരുന്ന പല കുടുംബങ്ങളും യാത്ര റദ്ദാക്കുകയാണ്. ഗൾഫ് മേഖലയിൽ നിന്നും കേരളത്തിലേക്ക് നേരിട്ടുള്ള യാത്ര റദ്ദാക്കി ശ്രീലങ്ക വഴി യാത്ര ചെയ്യുന്നവരുടെ എണ്ണത്തിലും വൻ വർധനവുണ്ടായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ഞങ്ങളുടെ പ്രതിനിധി ലെസ്ലി ജോൺ ചേരുകയാണ്. ലെസ്ലി, ഒരുപക്ഷെ ഒരു പൊതുജന ഉപകാരം എന്നതിനപ്പുറത്തേക്ക് വിമാന കമ്പനികൾ കടക്കുന്നു, അതും ക്രൂരമായ രീതിയിലുള്ള നടപടിക്രമങ്ങൾ എന്നത് ഒന്ന്. രണ്ടാമത്തെ വിഷയം, ഇത് മുന്നിൽ കണ്ടുകൊണ്ട് മുഖ്യമന്ത്രി യോഗം നടത്തുകയും കൃത്യമായി കേന്ദ്ര സർക്കാരിനോട് ഈ വിഷയത്തെ സംബന്ധിച്ച് ആരായുകയും ചെയ്തതാണ്. ഇതിൻ്റെ അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് പോകേണ്ടതെന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് ആകാശക്കൊള്ളയുടെ പുതിയ വിശദാംശങ്ങൾ? അജിംഷാദ്, പ്രവാസി ലോകത്തിനെ വലിയ തോതിലുള്ള ആശങ്കയിലേക്ക് തെള്ളിയിടുന്ന തീരുമാനമാണ് ഈ നിരക്ക് വർധനയിലൂടെ വിമാന കമ്പനികൾ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. പ്രധാനമായും എയർ ഇന്ത്യ ഗൾഫ് മേഖലയിൽ നിന്നും വളരെ കാര്യമാത്രമായ സർവീസുകൾ നടത്തുന്ന ഘട്ടത്തിൽ മറ്റു എയർലൈൻസുകളെയാണ് പ്രവാസികൾ പൂർണ്ണമായും ആശ്രയിക്കുന്നത്. പ്രത്യേകിച്ച് വളരെ നിരക്ക് കുറഞ്ഞ നിലയിലുള്ള ശ്രീലങ്കൻ എയർലൈൻസ് പോലുള്ള എയർലൈൻസിനെ ധാരാളമായി സാധാരണ പ്രവാസികൾ കേരളത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ആശ്രയിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ആണ് നിരക്ക് കുത്തനെ ഉയർത്തിക്കൊണ്ടുള്ള നടപടിയുമായി വിമാന കമ്പനികൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇത്തരം വിഷയങ്ങൾ മുൻപ് ഉണ്ടാകുകയും ഇതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ പാലിക്കണമെന്ന ആവശ്യത്തിന്മേൽ സംസ്ഥാന സർക്കാർ വിമാന കമ്പനി അധികൃതരോട് നേരത്തെ തന്നെ അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരു സംസ്ഥാനത്തിന് വിമാന കമ്പനികളെ നിയന്ത്രിക്കുന്നതിലോ അവരുടെ നിരക്ക് നിയന്ത്രിക്കുന്നതിലോ യാതൊരു തരത്തിലുള്ള അവകാശവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടി സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ഒരു മാസം മുമ്പ് തന്നെ കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയായിരുന്നു. കേന്ദ്ര വ്യോമയാന മന്ത്രി അശോക് ഗണപതി രാജുവിനെ ഇക്കാര്യമെല്ലാം തന്നെ വിശദീകരിച്ചുകൊണ്ട് പ്രവാസികൾക്കുണ്ടായേക്കാവുന്ന ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ വിശദീകരിച്ച് ഒരു കത്ത് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ കത്തിന്മേൽ യാതൊരു നടപടിക്കും വ്യോമയാന മന്ത്രാലയം മുതിർന്നില്ല, തയ്യാറായില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വിമാന കമ്പനികൾക്ക് യഥേഷ്ടം നിരക്ക് ഉയർത്തുന്നതിനുള്ള ഒരു വഴി തുറന്നു കൊടുത്തത്. എന്തായാലും റംസാൻ കാലത്തും ഗൾഫിലെ വേനൽ അവധി കാലവും അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഒരുപാട് പ്രവാസികൾ കുടുംബസമേതം കേരളത്തിലേക്ക് ഇന്ത്യയിലേക്കും വരാനിരിക്കുന്ന ഘട്ടമാണ് ഇത്. 6 ഇരട്ടിയോളം രൂപയുടെ വർധനവാണ് ഇതുമായി ഉണ്ടായിരിക്കുന്നത്. വലിയ തിരിച്ചടിയാണ് പ്രവാസികൾക്ക് ഇതിൽ നിന്നുണ്ടാകുന്നത്. പലരും താരതമ്യേന നിരക്ക് കുറഞ്ഞ ശ്രീലങ്കൻ എയർലൈൻസിനെ ആശ്രയിക്കുന്നു എന്ന് വേണം കണക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ. ശ്രീലങ്കൻ എയർലൈൻസിൽ ശ്രീലങ്കയിൽ ഇറങ്ങിയ ശേഷം കൊളംബോയിൽ നിന്നും മറ്റു വിമാനത്തിൽ ഇന്ത്യയിലേക്ക് എത്തുന്ന തരത്തിലുള്ള യാത്രാ മാർഗങ്ങളാണ് ഇപ്പോൾ സാധാരണ പ്രവാസി എക്കണോമിക്സ് ക്ലാസ് ഉൾപ്പെടെയുള്ളവയിൽ സഞ്ചരിച്ച് നാട്ടിലെത്തുന്ന സാധാരണക്കാരൻ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ ഘട്ടങ്ങളിൽ എല്ലാം തന്നെ ഇനി വീണ്ടും ഇത്തരത്തിലുള്ളൊരു നിരക്ക് വർധനയുള്ള സാഹചര്യവും നിലനിൽക്കുന്നു. കാരണം സെപ്റ്റംബർ 15 വേനലവധി കഴിയുകയും ഇവരെല്ലാം തന്നെ മടങ്ങിപ്പോകാനുള്ള ഒരു സാഹചര്യവും നിലനിൽക്കുന്നു. ആ ഘട്ടത്തിലും നിരക്ക് വർദ്ധിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ കാര്യക്ഷമമായ ഇടപെടൽ ഇതിൽ വേണമെന്ന് തന്നെയാണ് അഭിപ്രായം ഉയർന്നിരിക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും ഇപ്പോൾ നോർക്ക റൂട്ട്സിൽ നിന്നും നമ്മുടെ തീർച്ചയായും കെ വരദരാജൻ നമ്മോടൊപ്പം ചേരുകയാണ്. ലെസ്ലി ജോൺ,
ശ്രീ കെ വരദരാജൻ, ഒരുപക്ഷെ ഗുരുതരമായ പ്രശ്നമാണ് പ്രവാസികൾ നേരിടുന്ന ചൂഷണത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. കേരളത്തിൻ്റെ സർക്കാർ, മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ ഇത് മുൻകൂട്ടി കണ്ട് ചർച്ചകൾ നടത്തിയതാണ്. എന്താണ് നമ്മുടെ വിപണിയെ, നമ്മുടെ സാമ്പത്തിക നിലയെ ഒക്കെ ഇത്രയേറെ സമ്പന്നമാക്കുന്ന പ്രവാസികളോട് ചെയ്യുന്ന ഈ ക്രൂരതയെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? വളരെ പ്രതിഷേധാർഹമായ ഒരു കാര്യം തന്നെയാണ്. കാരണം മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നേരത്തെ ഇടപെടുകയും വിമാന ചാർജുകൾ വൻതോതിൽ കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയും ചില ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ ചെയ്തിട്ടുള്ള നടപടി കേന്ദ്ര ഗവൺമെന്റ് ഇടപെടേണ്ടതുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടലാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. ഈ നിലയിൽ ഇപ്പൊ തന്നെ തൊഴിലിന്റെ പ്രശ്നങ്ങളുണ്ട്. കൂലി വൻതോതിൽ വെട്ടിക്കുറച്ചിട്ടുണ്ട്. ആളുകളുടെ വരുമാനത്തിൽ തന്നെ വലിയ തോതിലുള്ള ഗണ്യമായ കുറവ് സംഭവിച്ച് പ്രവാസികൾ ഏറെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിമാന കമ്പനികൾ ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നത് ദ്രോഹകരമായ കാര്യം തന്നെയാണ്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട്. തീർച്ചയായും വരദരാജൻ, നോർക്കയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്നുള്ള നിലയിൽ നോർക്കയ്ക്ക് ഈ വിഷയത്തിൽ എങ്ങനെയൊക്കെ ഇടപെടാനാകും? ഞങ്ങൾ ഈ കാര്യം ഗവൺമെന്റുമായി കൂടി ആലോചിച്ചിട്ട് ഇതിലെന്ത് നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്നുള്ളത് ആലോചിക്കേണ്ടതുണ്ട്. നോർക്ക റൂട്ട്സിന്റെ അധികാര പരിധിയിൽ ഇക്കാര്യങ്ങൾ വളരെ പരിമിതമായേ വരുന്നുള്ളൂ. പക്ഷെ ഞങ്ങളുടെ ഇനിഷ്യേറ്റീവില് ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം ഞങ്ങൾ ആലോചിച്ച് ആവശ്യമായ നടപടി ചെയ്യും. തീർച്ചയായും വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. നോർക്ക റൂട്ട്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ വരദരാജനാണ് നമ്മളോട് പ്രതികരിച്ചത്. ലെസ്ലി, അതായത് ലെസ്ലിയുടെ സ്റ്റോറിയിൽ, വാർത്തയിൽ കൃത്യമായി അതിൻ്റെ തുകകൾ സഹിതം പറയുന്നുണ്ട്. EM നജീബ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ EM നജീബ്, അതായത് ഒരു പക്ഷം EM നജീബിലേക്ക് പോകാം. അതിനു മുമ്പ് ലെസ്ലി ജോൺ, അതായത് ഇത്തരം ഒരു വലിയ സംഭവ വികാസം ഒരുപക്ഷെ എല്ലാ കാലങ്ങളിലും ഈ രീതിയിൽ ഇങ്ങനെ കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്ന രീതിയിൽ വിമാന കമ്പനികൾ നടത്തുന്നതാണ്. ഒരുപക്ഷെ അതിനൊരു പൊതുജന സേവനത്തിൻ്റെ വശം കൂടിയുണ്ട് ഇത്തരം യാത്രാ സംവിധാനങ്ങൾക്ക്, പ്രത്യേകിച്ച് പ്രവാസികളോട് ചെയ്യുമ്പോൾ. അതിൻ്റെയൊക്കെ നഗ്നമായ ലംഘനം എന്നതൊന്ന്. രണ്ട്, നമ്മുടെ വേനൽ അല്ലെങ്കിൽ റമദാൻ അവധിയുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തുന്ന പ്രവാസികളുടെ പ്രശ്നം. EM നജീബ് കൂടി ചേരുകയാണ് നമ്മോടൊപ്പം. EM നജീബ്, അതായത് പ്രവാസികളെ ചൂഷണം ചെയ്യുക എന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു സംഭവവികാസമല്ല. പക്ഷേ എങ്കിൽ പോലും ഇത്രയധികം വിമാനക്കൂലി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചൂഷണം, യാത്ര റദ്ദാക്കുന്നതിലേക്ക് പോലും പ്രവാസികൾ എത്തുന്നു എന്നാണ് ആധികാരികമായി ഞങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകൾ. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നത്തെ എങ്ങനെ നേരിടാം? അപ്രതീക്ഷിതമായി ഈ വർധനവ് ആൾക്കാർക്ക് പാസഞ്ചേഴ്സിന് താങ്ങാൻ കഴിയില്ല. എല്ലാ വർഷവും നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് ഈ യാത്രാ വർധനവ് എന്നുള്ളത്. ഇപ്രാവശ്യം ഗവൺമെന്റ് തന്നെ നേരിട്ട് ഈ കേരളത്തിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ എയർലൈൻസിനെയും വിളിച്ച് സംസാരിച്ച് ഈ ഫെയർസ് കൂടാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ എടുക്കണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടിരുന്നു. അപ്പൊ അതനുസരിച്ച് അങ്ങനെ ഒരു അഷുറൻസ് കിട്ടിയതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ആൾക്കാർ ഹോളിഡേ സ്കൂൾ അടയ്ക്കുകയാണ് മിഡിൽ ഈസ്റ്റിൽ മുഴുവൻ. അപ്പൊ സ്കൂളും അടയ്ക്കുന്ന സമയത്ത് വീട്ടിലേക്ക് വരാൻ കഴിയാത്ത ലെവലിലുള്ള ഈ ഫെയർ ഇൻക്രീസ് തീർച്ചയായിട്ടും പ്രതിഷേധിക്കേണ്ടത് തന്നെയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും DGCAയും ഇതിന് ശക്തമായ നടപടികൾ എടുക്കണം. കാര്യം ഈ ഫെയർസ് എന്ന് പറയുന്ന എല്ലാം തന്നെ അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോടുകൂടി മാത്രമാണ് ചെയ്യേണ്ടത്. ഇത്രയധികം വർധനവ് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. ഇത് വലിയ നഷ്ടമാണ് നമ്മുടെ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് ശ്രീ EM നജീബ്. ലെസ്ലി ജോൺ, അതായത് ഇത്ര അധികം യാത്രാ വർധനവ് രൂപപ്പെടുത്തുന്ന ഒരു ഭീമമായ നഷ്ടമുണ്ട്. റമദാൻ അവധിയുമായി ബന്ധപ്പെട്ട് പ്രവാസികൾ ഇവിടെ എത്തുന്നത് നമ്മുടെ വിപണിയുമായി ബന്ധപ്പെട്ടും പലതരത്തിലുള്ള സഹായങ്ങൾ നൽകപ്പെടുന്ന കാര്യങ്ങൾ കൂടിയാണ്. എന്തുകൊണ്ട് ഇവരോട് ഈ മനുഷ്യാവകാശ ലംഘനം കാണിക്കുന്നു? ഈ വിഷയത്തിൽ അടിയന്തരമായ നടപടി ഉണ്ടായില്ലെങ്കിൽ അവരുടെ യാത്ര റദ്ദാക്കിയാൽ പിന്നീട് അവർക്ക് ആ അവധി ലഭിക്കുകയുമില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് അടിയന്തര നടപടികളാണ് ഇപ്പോൾ അനിവാര്യമായിരിക്കുന്നത്? വിദഗ്ധർ ഇതേ സംബന്ധിച്ച് ചൂണ്ടിക്കാട്ടുന്നത് ശ്രീ കെ വരദരാജനൊക്കെ പറഞ്ഞതുപോലെ തന്നെ. അജിംഷാദ്, ഇതിന്റെ ഒരു വ്യാപ്തി, ഈ നിരക്ക് വർധനയുടെ ഒരു വ്യാപ്തി കണക്കാക്കണമെങ്കിൽ ഇപ്പോൾ ഗൾഫ് എയർ അവരുടെ താരിഫ് മാത്രം കണക്കാക്കിയാൽ മതി.
തിരുവനന്തപുരത്ത് നിന്നും മസ്കറ്റിലേക്ക് പോകുന്ന ഒരു ഗൾഫ് എയർ മേടിച്ചുകൊണ്ടിരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് മസ്കറ്റിലേക്ക് പോകുമ്പോൾ 10,902 രൂപയാണ് ഈടാക്കിയിരുന്നത്. എന്നാൽ ഈ ഘട്ടത്തിൽ അവർ മസ്കറ്റിൽ നിന്നും ഒരു പ്രവാസി കേരളത്തിലേക്ക് വരുന്നതിന് അവർ ഈടാക്കുന്നത് 74,438 രൂപ എന്ന നിരക്കിലാണ്. ഏകദേശം 7 ഇരട്ടിയോളം രൂപ അധികമായി ഈടാക്കേണ്ടി വരുന്നു. ഒരു പ്രവാസിക്ക് സാധാരണഗതിയിൽ ഒരു പ്രവാസിക്ക് ലഭിക്കുന്ന ശമ്പളം, ആ ശമ്പളം അദ്ദേഹം സ്വരുക്കു കൂട്ടി വെക്കുന്ന ശമ്പളത്തെ പിടിച്ചു വാങ്ങുക എന്നുള്ള കഴുത്തറപ്പൻ രീതിയിലേക്ക് വിമാന സർവീസ് മേഖല കടക്കുന്നു. ഒരു സേവന മേഖല എന്നതിലപ്പുറം തീർത്തും കച്ചവട താല്പര്യവുമായി സ്വന്തം കീശ വീർപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് വിമാന കമ്പനികൾ മാറുന്നു എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ പ്രവാസികളുടെ എണ്ണം ധാരാളമായി ഉള്ള ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. ആ കേരളത്തിലേക്കുള്ള പ്രവാസികളുടെ അവരുടെ ആഘോഷങ്ങൾക്ക് ഭാഗമാകാൻ, കുടുംബത്തോടൊപ്പം ആഘോഷിക്കാനുള്ള സമയത്തെയാണ് അവർ ഇത് മുതലാക്കിയിരിക്കുന്നത്. റംസാൻ കാലം വരുന്നു. ഒപ്പം തന്നെ കുടുംബസമേതം മറ്റ് പ്രവാസ ലോകത്ത് ഉള്ളവർ നാട്ടിലേക്ക് വരാനുള്ള അവസരം, വേനലവധി അവിടെ വന്നിരിക്കുന്നു. അതിനുശേഷം ഇങ്ങോട്ട് വരാനുള്ള ഒരു യാത്രക്കാരുടെ ധാരാളിത്തം മുതലാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ വിമാന കമ്പനികൾ വരുത്തിയിരിക്കുന്നത്. 7 ഇരട്ടി രൂപ നൽകാനില്ലാത്ത പല സാധാരണ പ്രവാസികളും തങ്ങളുടെ ങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് യാത്ര റദ്ദാക്കി എന്നാണ് നമുക്ക് ഗൾഫ് മേഖലയിൽ നിന്നും വിവിധ മേഖലകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന കൃത്യമായ വിവരങ്ങൾ. ഇത്തരത്തിൽ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് നാട് കാണാനോ നാട്ടിലേക്ക് വരാനോ പറ്റാത്ത അവസ്ഥയിലേക്ക് പ്രവാസികളെ കൊണ്ടെത്തിക്കുന്ന ഒരു രീതിയിലേക്ക് വിമാന കമ്പനികൾ മാറുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അജിംഷാദ്, തീർച്ചയായും അധികൃതരുടെ അടിയന്തരമായ ഇടപെടലുകൾ ആവശ്യമായ ഏറ്റവും ഗൗരവമായ പ്രശ്നം തന്നെയാണിത്. ആകാശക്കൊള്ള പ്രവാസി മലയാളികളോട് കാട്ടുന്ന ക്രൂരത 7 ഇരട്ടി വരെയാണ് വിമാനക്കൂലിയിൽ വർധനവുണ്ടാക്കിയിരിക്കുന്നത്. റമദാൻ അവധി ഉപയോഗിച്ച് നാട്ടിലെത്താനാകാതെ മലയാളികൾ, പ്രവാസികൾ. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി ലെസ്ലി ജോൺ നൽകിയത്. ശ്രീ കെ വരദരാജൻ, EM നജീബ്, നന്ദി.